ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 3-ാം ദിവസമാണിന്ന്. 2-ാം ദിവസമായ ഇന്നലെ നാം ധ്യാനിച്ചത് ക്രൈസ്തവ പരിപൂർണതയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സം പാപമാണ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇന്നാകട്ടെ നമ്മുടെ ധ്യാന വിഷയം പാപരഹിത ജീവിതം തീർച്ചയായും സാധ്യമാണ് എന്നതാണ്. നമ്മെ അത്യന്തം അതിശയിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ രഹസ്യമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്നുള്ള വീണ്ടും ജനനം എന്താണത്? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതെന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മാമോദീസായിലൂടെയാണ് ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1213 ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: മാമോദീസായിലൂടെ നാം പാപവിമുക്തരാവുകയും ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. മതബോധന ഗ്രന്ഥം 1215 പ്രകാരം വീണ്ടും വായിക്കുകയാണ്: മാമോദീസ ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ മാമോദീസ ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. അക്കാരണത്താൽ തന്നെ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ തീർച്ചയായും സാധിക്കും. ഈ ഉറപ്പ് മൂലമാണ് തിരുസഭ ജ്ഞാനസ്നാനാർത്ഥികളെ കൊണ്ട് ഇപ്രകാരമൊരു ദൃഢപ്രതിജ്ഞ എടുപ്പിക്കുന്നത്. ആ പ്രതിജ്ഞ ഇങ്ങനെയാണ്: പാപവും പാപകാരണങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. പാപം പൂർണ്ണമായി ഉപേക്ഷിച്ച് ജീവിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെങ്കിൽ സഭ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സത്യപ്രതിജ്ഞയായി മാറ്റുകയില്ലായിരുന്നു. ഇന്നത്തെ വിചിന്തനം മാമോദീസായിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന അത്യസാധാരണമായ കൃപാവരങ്ങളെ വിവരിക്കുന്നുണ്ട്. ആ കൃപാവരങ്ങളെ പറ്റിയുള്ള ശരിയായ അറിവ് നിശ്ചയമായും നമുക്ക് ഒരു പ്രത്യാശ തരും. പാപരഹിതമായ ജീവിതം നമുക്ക് സാധ്യമാണ് എന്നതിനെപ്പറ്റി. വിചിന്തനം ആമുഖം: തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പാപത്തിൽ വീണു പോവുകയില്ലേ എന്ന ഒരു ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിഷമപ്രശ്നത്തിന് വിശുദ്ധ ബൈബിളിലൂടെ പൗലോസ് അപ്പോസ്തലൻ മറുപടി തരുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു യേശുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തിലേക്കാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരം നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്നും നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു
ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. റോമാലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള ഈ വാക്യങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ ശക്തിയുക്തം വാദിക്കുന്നത് ജ്ഞാനസ്നാനം എന്ന ദിവ്യകൂദാശയുടെ കൃപാവരത്താൽ പാപച്ചായ്വിനെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയും എന്നാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ പാപം സംബന്ധിച്ച് മരിച്ചവരാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ 23-ാം വാക്യത്തിൽ ഈ സത്യം ഉറപ്പിക്കപ്പെടുന്നുണ്ട്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. യേശുക്രിസ്തു ആകുന്ന ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനസ്നാനം വഴി നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നതിനാൽ പാപം നമുക്ക് ചേർന്നതല്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ വളരെ വ്യക്തതയോടെ ശക്തിയോടും ഇങ്ങനെ പ്രഖ്യാപിച്ചത്, ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. നമ്മിൽ തലപൊക്കുന്ന പാപശക്തിയെ ജ്ഞാനസ്നാനം വഴി ലഭിച്ച പരിശുദ്ധാത്മ ശക്തി കീഴ്പ്പെടുത്തും എന്ന കാര്യത്തെപ്പറ്റിയാണ് ഇനി നാം ചിന്തിക്കുന്നത്. ജ്ഞാനസ്നാനം വഴി വീണ്ടും ജന്മം പ്രാപിച്ചവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തി പാപത്തെ തോൽപ്പിക്കാനുള്ള ബലം തരും എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. വചനം ഇപ്രകാരമാണ്: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ ഏത് ബാഹുപ്രലോഭനങ്ങളെയും ജയിക്കാൻ വേണ്ട ശക്തി ദൈവം തരുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ആ തിരുവചനം ഇപ്രകാരമാണ്: മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. തുടർന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജ്ഞാനസ്നാനത്തിൻ്റെ അത്യസാധാരണമായ അത്യത്ഭുതകരമായ കൃപാവരത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ്. ജ്ഞാനസ്നാനം വഴി ലഭ്യമാകുന്ന വരപ്രസാദം ദൈവകൃപയിൽ നിലനിൽക്കാൻ വിസ്മയകരമാം വിധം നമ്മെ സഹായിക്കുന്നു. ജ്ഞാനസ്നാനം വഴി പരിശുദ്ധ ത്രിത്വത്തിലെ 3 ദൈവിക ആളുകളും നമ്മുടെ ആത്മാവാകുന്ന വിശുദ്ധാലയത്തിൽ വസിച്ചുകൊണ്ട് നമ്മെ അതിമാത്രം സ്നേഹിക്കുകയും നമ്മുടെ ആത്മാവിനെ സ്വഭാവാതീത ദാനങ്ങളാൽ പരിപുഷ്ടമാക്കുകയും ദൈവസദൃശ്യമായ ജീവിതത്തിലേക്ക്, അതായത് വരപ്രസാദ ജീവിതത്തിലേക്ക്
നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ജ്ഞാനസ്നാനത്തിലൂടെ ലഭിക്കുന്ന സ്ഥിരവരപ്രസാദം ആത്മാവിൻ്റെ സാരാംശം ദിവ്യമാക്കി തീർക്കുകയും സ്വർഗത്തിൽ ദൈവദർശനം അനുഭവിക്കുന്നതിനും ഇഹത്തിൽ സ്വഭാവാതീതങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതിനും അതിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ പാപസ്ഥിതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ ജ്ഞാനസ്നാനം വഴി ലഭിക്കുന്ന നിവേശിത പുണ്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ദൈവസദൃശ്യങ്ങളും സ്വഭാവ അതീതങ്ങളും പുണ്യയോഗ്യതാപരങ്ങളുമായ പ്രവർത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ ശക്തി യഥാസമയം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ജ്ഞാനസ്നാനം വഴി നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക പുണ്യങ്ങളും സാൻമാർഗിക പുണ്യങ്ങളും എങ്ങനെ നമ്മെ സഹായിക്കുന്നു പാപരഹിത ജീവിതം നയിക്കാൻ എന്നതിനെപ്പറ്റിയാണ് ഇനി നാം കേൾക്കുന്നത്. ജ്ഞാനസ്നാനം വഴി സൗജന്യമായി ലഭിക്കുന്ന വിശ്വാസം, ശരണം, ഉപവി എന്നീ ദൈവിക പുണ്യങ്ങൾ ദൈവത്തോട് നമ്മെ നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വിവേകം, നീതി, സ്ഥിരത, മിതത്വം എന്നീ സാൻമാർഗിക പുണ്യങ്ങളാകട്ടെ നമ്മുടെ ശക്തിക്ക് അതീതമായ ശക്തി പ്രദാനം ചെയ്യുന്നു. വിവേകമെന്ന സാൻമാർഗിക പുണ്യം സ്വർഗത്തിനും ദൈവത്തിനും വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തന്നുകൊണ്ട് ദൈവിക പുണ്യങ്ങളുടെ പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. നീതി എന്ന സാൻമാർഗിക പുണ്യം മറ്റുള്ളവരോടുള്ള നമ്മുടെ കടമകൾ നിർവഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. സ്ഥിരത എന്ന സാൻമാർഗിക പുണ്യമാകട്ടെ പ്രലോഭനങ്ങളെയും വിഷമങ്ങളെയും എതിർത്ത് നിൽക്കാനും പുണ്യത്തിൽ അവസാനം വരെ നിലനിൽക്കാനുമുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നു. മിതത്വം എന്ന സാൻമാർഗിക പുണ്യം നമ്മുടെ വ്യാപാരങ്ങൾ ദൈവത്തിന് യോജിച്ച വിധം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. തുടർന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മാമോദിസ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രവർത്തക വരപ്രസാദം അതിസ്വാഭാവിക ജീവിതം അല്ലെങ്കിൽ ദൈവിക ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കും എന്നതിനെ പറ്റിയാണ്. വിവേചനം, അറിവ്, ബുദ്ധിസാമർഥ്യം, ബോധജ്ഞാനം, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നീ ദിവ്യദാനങ്ങൾ വഴി പരിശുദ്ധാത്മാവ് തന്നെ നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പ്രവർത്തക വരപ്രസാദം സ്വഭാവാതീത പ്രവർത്തികൾ ചെയ്യുന്നതിന് നമ്മൾ പ്രാപ്തരാകത്തക്ക വിധം ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും അതിസ്വാഭാവിക സ്ഥിതിയിലേക്ക് ഉയർത്തുക മാത്രമല്ല, പിന്നെയോ പ്രകൃതി അതീത കൃത്യങ്ങൾ ചെയ്യുന്നതിന് അവയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, സ്ഥിരവരപ്രസാദം നഷ്ടപ്പെട്ട് പാപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ദുഷ്ടതയും അതിൻ്റെ ദുരന്ത ഫലങ്ങളും കണ്ട് പാപത്തെ വെറുക്കാൻ പ്രവർത്തക വരപ്രസാദം പ്രേരണ നൽകുന്നു. നീതിമത്കരണത്തിന് ശേഷമാണെങ്കിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ അനന്ത സൗന്ദര്യത്തെയും സ്നേഹമസൃണമായ കരുണയെയും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് മുഴുഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പ്രവർത്തക വരപ്രസാദം ഉത്തേജനം നൽകുന്നു. മേൽപ്പറഞ്ഞ ആന്തരികമായ അനുഗ്രഹങ്ങൾക്ക് പുറമെ ചില ബാഹ്യ സഹായങ്ങൾ കൂടി പ്രവർത്തക വരപ്രസാദത്തിൻ്റെ രൂപത്തിൽ നമുക്ക് സിദ്ധിക്കുന്നുണ്ട്. അവ ഇന്ദ്രിയങ്ങൾ വഴി ആത്മിക ശക്തികളിൽ പരോക്ഷമായി പ്രേരണ ചെലുത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയോ മറ്റ് ആധ്യാത്മിക പുസ്തകങ്ങളുടെയോ പാരായണം, ഉപദേശങ്ങൾ, ഭക്തസംഭാഷണം തുടങ്ങിയവ മേൽപ്പറഞ്ഞ തരത്തിലുള്ള സഹായങ്ങളാണ്. കൂടാതെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ജീവിത നവീകരണത്തിനും മാനസാന്തരത്തിനും പുണ്യാഭിവൃദ്ധിക്കും ഉതകുന്ന ആന്തരിക പ്രേരണകളും ദൈവം നൽകാറുണ്ട്. ലിദിയ എന്ന സ്ത്രീയുടെ ഹൃദയം പൗലോസ്ലീഹായുടെ പ്രസംഗം ശ്രവിക്കുന്നതിനായി
പരിശുദ്ധാത്മ തുറന്നു എന്ന സംഭവം ഇതിനുദാഹരണമാണ്. അപ്പോസ്തല പ്രവൃത്തി 16:14 16-ാം അധ്യായം 14 നമുക്ക് കാണാൻ സാധിക്കും. പ്രവർത്തക വരപ്രസാദം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കൂടെ ചിന്തിക്കാം. പ്രവർത്തക വരപ്രസാദം നമുക്ക് ലഭിക്കുന്ന പ്രധാനമായും പ്രാർത്ഥന വഴിയാണ്. ഇക്കാരണത്താലാണ് പ്രാർത്ഥനയെപ്പറ്റി വളരെ ശക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾ മത്തായി 26:41 നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. സൽകൃത്യങ്ങൾ വഴിയും നമുക്ക് നൽകപ്പെടുന്ന പ്രവർത്തക വരപ്രസാദം വിശ്വസ്തയോടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ വരപ്രസാദം കൂടുതൽ സമ്പാദിക്കാവുന്നതാണ്. ഇതുവരെയും നമ്മൾ പങ്കുവച്ച ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ വിസ്മയകരങ്ങളായ കൃപാവരങ്ങൾ വഴി, പ്രസാദവരങ്ങൾ വഴി ഒരു ക്രൈസ്തവന് പാപരഹിത ജീവിതം സാധ്യമാണെന്നും എളുപ്പമാണെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിയോ 13 പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത്, അല്ലയോ ക്രിസ്ത്യാനി, നീ നിന്റെ വില എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുക. നീ ദൈവിക ജീവനിൽ പങ്കുകാരനായിരിക്കുകയാണ്. അതിനാൽ അയോഗ്യമായൊരു ജീവിതത്താൽ നിന്റെ ആദ്യത്തെ അധപ്പതിച്ച സ്ഥിതിയിലേക്ക് നീ പിന്തിരിയരുത്. തുടർന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പാപരഹിതമായ ജീവിതത്തിന് പരിശുദ്ധ അമ്മ നൽകുന്ന തുണ, സഹായം, അതേപ്പറ്റിയാണ്. പ്രസാദപരപൂർണയായ പരിശുദ്ധ മറിയം നാം പാപത്തിൽ വീഴാതിരിക്കാൻ ആവശ്യമായ പ്രത്യേക കൃപാവരം പ്രാപിച്ചു തരുന്നതിൽ അതിവിദഗ്ധയാണ്. ലൂയി ഡി മോൺഫോർട്ട് പറയുന്ന ഇപ്രകാരമാണ്: അവിശ്വാസിയായ ഹവ്വായുടെ അവിശ്വസ്തത മൂലമുണ്ടായ നഷ്ടങ്ങൾ ദൈവത്തോടുള്ള തൻ്റെ വിശ്വസ്തത കൊണ്ട് പരിഹരിച്ച ഏറ്റവും വിശ്വാസയോഗ്യയായ കന്യകയാണ് പരിശുദ്ധ മറിയം. അവൾ തൻ്റെ ഭക്തർക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയും പുണ്യസ്ഥിരതയും സമ്പാദിച്ചു കൊടുക്കുന്നു. സുഹൃതാഭ്യാസത്തിൽ പുറകോട്ട് പോകാതിരിക്കാനും തൻ്റെ ദിവ്യസ്വതൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്തി തളർന്നു വീഴാതിരിക്കാനും വേണ്ടി അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ചുകൊണ്ട് അവൾ അവരെ കാത്തുരക്ഷിക്കുന്നു. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അല്പം കൂടെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ഗ്രന്ഥത്തിൽ 175 ഖണ്ഡികയിലാണ് ഈ പ്രബോധനം. ഉറച്ച ഒരു നങ്കൂരത്തോടെന്ന പോലെ മറിയമാകുന്ന ഉറപ്പേറിയ നങ്കൂരത്തോട് തങ്ങളെ തന്നെ വിശ്വസ്തയോടെ പരിപൂർണമായി ബന്ധിക്കുന്ന ക്രിസ്ത്യാനികൾ സന്തോഷിക്കുവിൻ. 1000 പ്രാവശ്യം സന്തോഷിക്കുവിൻ. ഈ ലോക സാഗരത്തിലെ ശക്തമായ കൊടുങ്കാറ്റുകളുടെ നശീകരണ ശക്തി അവരെ കിടിലം കൊള്ളിക്കുകയില്ല. അവരുടെ ആധ്യാത്മിക നിക്ഷേപങ്ങൾ മുക്കിക്കളയുകയുമില്ല. നോഹിൻ്റെ പേടകത്തിൽ എന്ന പോലെ മറിയമാകുന്ന പേടകത്തിൽ പ്രവേശിക്കുന്നവർ ആഹ്ലാദിക്കുവിൻ. ഈ ലോകത്തിലെ ഒട്ടേറെ പേരെ മുക്കിക്കൊന്ന പാപജലം അവരെ ഉപദ്രവിക്കുകയില്ല. ദൈവിക ജ്ഞാനത്തോടുകൂടെ മറിയം പറയുന്നു, ഞാൻ വഴി പ്രവർത്തിക്കുന്നവർ പാപം ചെയ്യുകയില്ല. നിർഭാഗ്യയും അസന്തുഷ്ടയുമായ ഹവ്വായുടെ അവിശ്വസ്ത മക്കൾ വിശ്വസ്ത കന്യകയും മാതാവുമായ മറിയത്തോട് തങ്ങളെ തന്നെ ബന്ധിക്കുമെങ്കിൽ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയോ ചെയ്യാത്തവളാണ് മറിയം. തന്നെ സ്നേഹിക്കുന്നവരെ അവൾ എല്ലായ്പ്പോഴും സ്നേഹിക്കും. ആ സ്നേഹത്തിൻ്റെ സ്വഭാവം അത് വാത്സല്യമേറിയത് മാത്രമല്ല, ഫലം ഉൽപ്പാദിച്ചേ അടങ്ങൂ എന്നതുകൂടിയാണ്. ബൈബിൾ വായന. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:2. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല.
പ്രാർത്ഥന. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം ദൈവത്തിൽ നിന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ച പരിശുദ്ധാത്മാവേ, പാപശക്തി പ്രതിരോധിക്കാൻ തക്ക ദൈവകൃപ കൊണ്ട് എന്നെ വീണ്ടും വീണ്ടും നിറയ്ക്കണമേ. എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജ്ഞാനസ്നാന കൃപാവരങ്ങളെല്ലാം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ആ കൃപാവരങ്ങളുടെ ശക്തിയാൽ എന്നിലുള്ള പാവപ്രവണതകളെ അങ്ങ് നിഹനിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ അങ്ങ് വന്ന് നിറയണമേ. അങ്ങയുടെ ചൈതന്യം കൊണ്ട് ഞാൻ സദാ പൂരിതനാകട്ടെ. ദൈവപുത്രൻ എന്ന ഉന്നത പദവിക്ക് ചേരും വിധം സത്ചിന്തകളും സദ്വചനങ്ങളും സത്പ്രവൃത്തികളും മാത്രം പുറപ്പെടത്തക്ക വിധം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു കവിയണമേ. ആമേൻ. സൽകൃത്യം ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഉന്നത കൃപാവരങ്ങളെപ്പറ്റി 10 മിനിറ്റ് ധ്യാനിക്കുക, അഥവാ റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള ഭാഗം വായിച്ച് വിചിന്തനം നടത്തുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ. സൃഷ്ടാവേ വരിക, സൃഷ്ടാവേ വരിക, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.